എല്ലാവർക്കും ഐറിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെന്താ മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി 2 സ്പൂണ് നമ്മൾ ആദ്യം ഇട്ടു. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് കറി വയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി 2 സ്പൂൺ. ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്യാനുള്ള മസാലകളാണ് ചേർക്കുന്നത്. കറിക്കുള്ളത് നമ്മൾ വേറെ എടുക്കുന്നതാണ്. 1 സ്പൂൺ കൂടി, കാരണം ചിക്കൻ ഒരു 1.5 കിലോയുടെ ചിക്കനാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ക്വാണ്ടിറ്റി നോക്കി ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ വേണ്ടുന്നത് വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇത് നമ്മൾ മസാലകളെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതല്ല. അപ്പം മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും ഒക്കെ തന്നെ നമ്മൾ വാങ്ങി പൊടിച്ചുണ്ടാക്കുന്നതാണ്. ഗരം മസാല അങ്ങനെ തന്നെയാണ് കൂട്ട് വാങ്ങിച്ച് പൊടിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗരം മസാല കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആവശ്യത്തിന് അതിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗരം മസാല ആ ഒരു ടേസ്റ്റ് തന്നെ ഒരു ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ പൊടിച്ച് തനിയെ ഉണ്ടാക്കുന്ന കടകളിൽ നിന്ന് നിൽക്കുന്ന പാക്കറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമ്മളിതിനകത്തേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് വിനെഗരിയാണ്. ചിക്കനിലേക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വിനെഗരി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് അതിനകത്തേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഉപ്പ് ആവശ്യത്തിന് എടുക്കുക. നമ്മൾ ഒരു 1.5 കിലോ ചിക്കൻ 1 സ്പൂൺ ഉപ്പ് ആ ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. നമ്മളിന്ന് ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കറി ഉണ്ടാക്കാനായിട്ടുള്ള പാൻ നമ്മൾ അടുപ്പിൽ വയ്ക്കുക, ചൂടാക്കുക. ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വീട്ടിൽ കൂടുതലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു ചിക്കൻ നമ്മൾ പൊരിച്ചിട്ടാണ് കറി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പൊരിക്കാനുള്ള ചിക്കന് വേണ്ടിയിട്ടാണ് ഇത് പാൻ അടുപ്പിൽ വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ നന്നായി പൊരിച്ചെടുക്കുക. ഉള്ളി വേവണം, വേവുന്ന തരത്തിൽ, എന്നാലൊട്ട് കരിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു തരത്തിൽ വേണം നമ്മളിത് ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചൂടിൽ നമ്മളിതിനെ ഫ്രൈ ചെയ്ത് ഓരോരോ പോർഷൻസായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത്, എനിക്ക് ഈ പാൻ ചെറിയ പാൻ ആയതുകൊണ്ട് ഒരു 3 തവണയൊക്കെ ആയിട്ട് ഇട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. ഓരോ തവണയായിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ട് ചെറിയ ചൂടിൽ ഫ്രൈ ചെയ്യുക. പിന്നെ ഒന്നുകൂടി തിരിച്ചു മറിച്ചിട്ട് വേവിച്ച് കൊടുക്കണം. നമുക്ക് കാണുമ്പോഴറിയാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടുന്ന ചിക്കനെല്ലാം പാകമായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കോരി മാറ്റി വയ്ക്കണം. നമ്മുടെ ചിക്കൻ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട്. നമ്മളിതെല്ലാം മാറ്റി വെച്ച് ആദ്യമേ ഇതെല്ലാം സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂട്ടുകളെല്ലാം എടുത്തവിടെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി അറിയാമല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, സവാള. നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണ്. ചൂടാക്കിയതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തു. ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഒന്ന് ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരേണ്ടതുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുത്തത് നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. സവാളയും നമ്മളിതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. സവാളയും ചെറിയുള്ളിയും വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആകുന്ന സമയത്താണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ടൊന്ന്
വഴറ്റിയെടുത്ത് കളർ ചേഞ്ചായി വരും. ചെറിയൊരു വാടി വരുമ്പോഴത്തേക്കും ഈ ഒരു പച്ചപ്പൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറെന്നല്ല, ചെറിയ കണ്ടോ ഈ ഒരു പാകത്തിലേക്ക് ഇതിങ്ങനെ മാറ്റി വരുമ്പോഴത്തേക്ക് വന്നിട്ട് വേണം നമ്മളതിനകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് തക്കാളിയും നന്നായിട്ട് വഴറ്റ് നല്ലോണം വരേണ്ടതുണ്ട്. ചിലർ ഈ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് എന്താണ് നമ്മുടെ റോ ആയിട്ടുള്ള മസാല, ഗരം മസാലയുടെ കൂട്ടുകൾ ഇച്ചിരി ആഡ് ചെയ്യാറുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി. അതിനുശേഷം നമുക്ക് കറിക്ക് കൂട്ടിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതിനുശേഷം മുളക് പൊടി ഇതൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് കറിയുടെ കൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ചപ്പോൾ മസാല ചേർത്തിരുന്നത് കൊണ്ട് തന്നെ അധികമായിട്ട് മസാലയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് അതിനകത്ത് മസാലയൊക്കെ പിടിച്ചതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുരുമുളക് നമ്മൾ ചതച്ച് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല, കുരുമുളകും വാങ്ങിച്ച് പൊടിച്ചാണ് എടുക്കാറ്. ഇന്ന് പൊടി തീർന്നിരുന്നതുകൊണ്ട് നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കണ്ടോ, ഇതിന് നമ്മൾ ആ പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതിനെയും കൂടി നമ്മൾ കറിയിലേക്ക് എടുത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കറിയിലേക്ക് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി ചിക്കൻ വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഈ മസാലയൊന്ന് ഇതിനകത്തേക്ക് പിടിച്ച് വരേണ്ട ആ ഒരു വേവ് എടുക്കേണ്ടത്, വറ്റി വരണം. കാരണം ഉള്ളിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കണം. മസാല പിടിച്ചിരിക്കുന്ന ചിക്കനിലേക്ക് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. കറിയുടെ ആ ഒരു ഗ്രേവിക്ക് ഒരു ടേസ്റ്റ്, ചിക്കൻ കറിയുടെ ആ ഒരു കൊഴുപ്പും ഒക്കെ കുറുകി വരേണ്ടതുകൊണ്ട് കുറച്ച് നേരം നമ്മളിത് മിക്സ് ചെയ്ത് വേവിക്കേണ്ടതിന്. അതൊക്കെ നമ്മൾ ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ മിക്ക കറികൾക്കും തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ആഡാക്കി ഫൈനൽ ടച്ച് എന്നുള്ള രീതിക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് വെച്ചിട്ടാണ് അടച്ച് വെച്ച് വേവിക്കാറ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ടുകളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നല്ല രീതിക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക. ഓക്കെ, ചിക്കൻ്റെ തിളയൊക്കെ വന്നിട്ടുണ്ട്, നല്ല രീതിക്ക് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ഗരം മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ചിക്കൻ ഏകദേശം ഈ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് നമ്മുടെ ചിക്കൻ കറി.